അവസാന നിമിഷത്തില് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ടെന്ന് ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്. എനിക്കെപ്പോഴും നല്ലതേ സംഭവിക്കൂ. നിങ്ങൾ കണ്ടോളൂ. യാഗസ്ഥലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഉള്ള കാര്യം പറയണമല്ലോ. ആ അവനിക്ക് പൂജയും വ്രതങ്ങളും ഒക്കെ ഒരുപാട് ഉപകാരപ്പെടാറുണ്ട്. നാളെ എന്ത് വേണേലും സംഭവിക്കാം. അതേ നിഹാരിക, ഇവളത് മുമ്പും തെളിയിച്ചിട്ടുള്ളതാ. നാളെ ആ ആവിനി നടത്തുന്ന യാഗം മര്യാദയ്ക്ക് നടക്കാതിരിക്കാൻ എങ്ങനെയെങ്കിലും ഞാൻ അത് മുടക്കിയിരിക്കും. എന്താ ഏട്ടാ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? തനിക്കപ്പോ വിഷമമൊന്നുമില്ലേ? സന്തോഷമാണോ തനിക്ക്? സന്തോഷമില്ലായിരിക്കും ചിലപ്പോ എനിക്ക്, പക്ഷെ എനിക്ക് ധൈര്യമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആശ്വസിക്കാൻ ഈ വാക്കുകൾ മതിയായിരിക്കും. പക്ഷേ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം അത് നമുക്കറിയുന്നതല്ലേ. എല്ലാം നല്ലതുപോലെ നടക്കും. അങ്ങനെ നടന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ വേർപിരിയേണ്ടി വരില്ലേ? അങ്ങനെ പറയല്ലേ ഏട്ടാ. എനിക്കറിയില്ലടോ, നാളെ നമ്മൾ ഒരുമിച്ചുള്ള അവസാന ദിവസമാണെന്ന് തോന്നുന്നു. എന്തിനാ അങ്ങനൊക്കെ പറയുന്നേ? നാളെ നടക്കാൻ പോകുന്ന യാഗം നമുക്ക് എന്തായാലും നല്ല ഫലം കാണിച്ചു തരും. തന്റെ ശ്രമങ്ങളില് താൻ എവിടെയും തളർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി മാത്രം തന്റെ ഭർത്താവ് എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. ഇതിൽ കൂടുതൽ എനിക്കൊന്നും ഇനി ചെയ്യാനില്ല. നാളത്തെ സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം എന്താണെന്ന് താൻ ആലോചിച്ച് നോക്ക്. അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ അതിന്റെ ഫലങ്ങളെ നേരിടാൻ വേണ്ടി തയ്യാറാവാതെ വേറെ വഴിയില്ല. നിങ്ങളെ നിഹാരിക്കയുടെ കൂടെ ആയാലും ഈ ജന്മത്തില് നിങ്ങളാണ് എന്റെ ഭർത്താവ്. ഞാനും അതെ. ഈ ജന്മത്തില് താനാണ് എന്റെ ഭാര്യ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇനി എനിക്ക് വേറെ ആരുടെയും ഭർത്താവാകാൻ പറ്റില്ല. അതിനേക്കാളും വലിയ സങ്കടം വേറെ ഒന്നുമില്ല. താൻ ചിലപ്പോൾ ത്യാഗത്തിന് തയ്യാറായി എന്നൊക്കെ വരാം, പക്ഷെ എനിക്കതിന് പറ്റില്ല. ഈ ദിവസം താൻ ഇത്രയ്ക്കും പ്രയാസപ്പെടുന്നതിന്റെ കാരണം ഞാനല്ലടോ, ഞാനല്ലേ അവനി. നിങ്ങൾ എങ്ങനെ കാരണമാകുന്നതേട്ടാ? ആദ്യം തന്നെ കണ്ടപ്പോ എനിക്ക് തന്നോട് സ്നേഹം തോന്നിയില്ലായിരുന്നുവെങ്കിൽ, ചെന്നൈയിൽ വെച്ച് ഞാൻ തന്നെ താലി കെട്ടിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ അച്ഛനമ്മമാരുടെ കുടുംബത്തെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നു. അന്നങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്ന് ഞാൻ ഇതുവരെ കരുതിയിട്ടില്ല ഏട്ടാ. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വെറും ഒരു നിർഭാഗ്യവതി ആയിപ്പോയിനേട്ടാ. അതെ സ്വാമി. പറഞ്ഞോ മോളെ. പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എത്തിയില്ലേ? എത്തി മോളെ. ഇനി വരേണ്ടത് യാഗം നടത്താൻ പോകുന്ന ദമ്പതികൾ മാത്ര. അവരടുത്ത് തന്നെയുണ്ട് സ്വാമി. അവരിപ്പൊ തന്നെ എത്തിക്കോളും. ആയിക്കോട്ടെ മോളെ. ഏട്ടാ, അച്ഛനും അമ്മയും ഇപ്പൊ എവിടെ എത്തിയെന്ന് ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കാമോ? അവരെത്തിക്കോളും. ഇന്നിങ്ങോട്ട് എല്ലാവരും വരും, ആരും വരാതിരിക്കില്ല. താൻ നടത്തുന്ന ഈ യാഗത്തിൽ അവർക്ക് ഒരു ബാധ്യതയില്ലെങ്കിലും തന്നോടുള്ള വാശി പുറത്തെങ്കിലും അവർ വരും.
ഒരു തടസ്സവും ഇല്ലാതെ ഈ യാഗം പൂർത്തിയാക്കാൻ നോക്കണേ സ്വാമി. പൂജകളും യാഗങ്ങളും നടത്തുന്ന സമയത്ത് ഏത് ദിക്കിൽ നിന്ന് വേണമെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനത്തെ തടസ്സങ്ങൾ വരാണ്ടിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാഗത്തിൽ യാതൊരു അപശ്രുതിയും നടക്കാതെ നാം നോക്കിക്കോളാം മോളെ. യാഗം മുടക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ ഏതെങ്കിലും നിന്റെ ശത്രുക്കളുടെ രൂപത്തിലുണ്ടെങ്കിൽ അവരെ തടയാനുള്ള ശ്രമങ്ങൾ നീ തന്നെ നോക്കേണ്ടതാ. യാഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തൊട്ട് നിഹാരിക ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. ഈ യാഗത്തിലെ ഏറ്റവും വലിയ തടസ്സം നിഹാരിക. അവളുടെ മേൽ എപ്പോഴും എൻ്റെ ഒരു കണ്ണുണ്ടായിരിക്കണം. ആവനിയുടെ യാഗം നീ മുടക്കുമെന്ന് പറഞ്ഞോ, എന്നിട്ട് നീ ഒന്നും ചെയ്യാതെ വളരെ കൂളായിട്ട് നിൽക്കുന്നോ? എന്താ കാര്യം? നീ ഇവിടെ വെറും പ്രേക്ഷകയാണോ അതോ ഈ യാഗം മുടക്കാൻ വേണ്ടി വന്ന വില്ലത്തിയാണോ? എന്റെ ശ്രമങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ അറേഞ്ച് ചെയ്ത എന്റെ ആൾക്കാര് ഈ സമയം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ട് കാണും. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എല്ലാം നടന്നിരിക്കും. ആവിനെ ഈ യാഗം നടത്തി എന്തോ ഒരു അത്ഭുതം കാണിച്ചിട്ട് വിജയം നേടിയെടുക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടാവും. അവള് പക്ഷേ ഇന്ന് പരാജയം അറിഞ്ഞിരിക്കും. അല്ല, നീ എന്താ ചെയ്യാൻ പോകുന്നേ? ആദ്യം യാഗം നടക്കുന്നിടത്തേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറയാം. സ്വാമിജി, പറഞ്ഞോളൂ മോളെ. യാഗം നടത്തേണ്ട 2 പേരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം മോളെ. അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ചടങ്ങുകൾ തുടങ്ങാം. ശരി സ്വാമിജി, നീ പറഞ്ഞതുപോലെ തന്നെ യാഗം ചെയ്യാൻ വേണ്ടി അമ്പലത്തിലേക്ക് വന്നു. ഇത് നിന്റെ അവസാന ദിവസം, അവസാനത്തെ അവസരം. ഞങ്ങളുടെ മകൻ ആരാണെന്ന് അറിയാൻ പറ്റിയില്ലെങ്കിൽ നാളെ നീ എന്റെ മകനെ ഉപേക്ഷിച്ച് എന്റെ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരും നിനക്ക്. വെറുതെ പോയാ പോരാ. ലോയർ സാർ തയ്യാറാക്കിയ വിവാഹബന്ധം റദ്ദ് ചെയ്യുന്ന എഗ്രിമെന്റിൽ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ നിനക്കിവിടുന്ന് പോകാൻ പറ്റുള്ളൂ. നിന്റെ ഓപ്പറേഷൻ അജ്ഞാതൻ ഇന്നത്തോടെ പൂർത്തിയാവാൻ പോവാ. വിജയമാണോ പരാജയമാണോ എന്ന് നോക്കാം. അന്തിമ വിജയം എനിക്കായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അഹങ്കാരം വേണ്ട അവനി. ആദ്യം നീ ഈ യാഗം ഒന്ന് വിജയകരമായി പൂർത്തിയാക്കാൻ നോക്ക്. ആവനി ഇനി എന്തൊക്കെ പറഞ്ഞാലും നാളെ അവൾക്ക് ശ്രീകരനെ ഉപേക്ഷിക്കാതെ വഴിയില്ല. നിങ്ങൾ എത്രയൊക്കെ വാദിച്ചാലും ഞങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരമെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. വഴക്കൊന്നുമില്ലാതെ എല്ലാവർക്കും സമാധാനമായി യാഗം നടത്താം. ഏട്ടാ, എന്തു പറ്റി? എന്താ അങ്ങനെ പോകുന്നത്? യാഗം നടത്തുന്നൊക്കെ നല്ല കാര്യം തന്നെയാ. പക്ഷേ ഈ യാഗം നടത്തുന്നോണ്ട് നമ്മൾ എങ്ങനെയാ സൂരമ്മയെ പറ്റി അറിയാൻ പോകുന്നേ? സൂരമ്മ ഈ അമ്പലത്തിലേക്ക് വരുന്നുണ്ടേട്ടാ. വാട്ട്? ഞാനുണ്ടാക്കിയ പ്ലാൻ പ്രകാരം ആ സൂരമ്മ ഈ അമ്പലത്തിലേക്ക് ഉറപ്പായിട്ടും വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പ്ലാനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവനി. ശരിക്കും തന്റെ പ്ലാൻ എന്താണെന്ന് എന്നോടെങ്കിലും പറ അവനി. ഞാൻ ഹെഡ് നേഴ്സ് രാജി ചേച്ചിയെ ഒന്നുകൂടി പോയി കണ്ടിരുന്നു ഏട്ടാ. എന്റെ ഭർത്താവിന്റെ കുടുംബം എന്റെ പ്രാണനാണ്. എന്റെ കുടുംബത്തെ തിന്മയിൽ നിന്നും എനിക്ക് രക്ഷിക്കണം. അപകടത്തിൽ പെടാതിരിക്കാൻ എനിക്ക് നോക്കണം. അതുകൊണ്ടാണ് ഈ അന്വേഷണമെല്ലാം. ദയവ് ചെയ്ത് എന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ പറ്റുന്ന പോലെ നിങ്ങൾ സഹായിക്കണം. പണം ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ അന്ന് അങ്ങനെ ഒരു പാപം ചെയ്തതെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ? ആ പാപം ഇപ്പൊ കഴുകി കളഞ്ഞോളൂ. സൂരമ്മ എവിടെയാ ഉള്ളതെന്ന് എന്നോട് പറ. തലയിൽ കൈവച്ച് സത്യം ചെയ്യാൻ മോളെ.
സൂരമ്മയും ആ കുടുംബം എവിടെയാണെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. അറിഞ്ഞ ഞാൻ പറയാതിരിക്കില്ല മോളെ. നിഹാരിക്ക് വന്ന് നിങ്ങളെ വല്ലാതെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഈ ഭയം? പേടിച്ചിട്ടുണ്ടായിരുന്നു മോളെ, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ എന്റെ ഭയത്തെക്കാളും ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതുകൊണ്ട് നിന്നെ എന്നാലാവും വിധം സഹായിക്കണമെന്നുണ്ട് എനിക്ക്. എന്നാ നിങ്ങൾ എവിടെ വെച്ചെങ്കിലും ആ സൂരമ്മയെ കണ്ട എന്നെ ഉടനെ തന്നെ വിളിച്ചറിയിക്കണം. ശരി മോളെ. എന്റെ അറിവ് ശരിയാണെങ്കിൽ സൂരമ്മ ഉറപ്പായിട്ടും ആ ഏരിയ തന്നെ ഉണ്ടാവും. നിങ്ങൾ അന്വേഷിച്ചെന്ന് പറഞ്ഞില്ലേ, വീണ്ടും വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഉറപ്പായിട്ടും കണ്ടെത്താം. സൂരമ്മ തീർച്ചയായിട്ടും ഇതേ ഏരിയയിൽ തന്നെ ഉണ്ട് എന്നുള്ള വിശ്വാസം എനിക്ക് അതോടുകൂടി ഉറപ്പായി ഏട്ടാ. അതൊക്കെ ശരി. സൂരമ്മ എന്തായാലും ഇങ്ങോട്ടേക്ക് വരുമെന്നും അതിനുവേണ്ടി താൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ, അതെന്താന്ന് പറ. സൂരമ്മയെ കണ്ടെത്താൻ നമ്മൾ എല്ലായിടത്തും തന്നെ അന്വേഷിച്ചു, എന്നിട്ടും കിട്ടിയില്ല. നമ്മൾ ചില ഏരിയെങ്കിലും മിസ് ചെയ്ത് കാണും. അതുകൊണ്ട് ഈ ആഗ്രഹസിദ്ധി യാഗത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തു. അതാ ഏരിയയിൽ നടപ്പിലാക്കുകയും ചെയ്തു. അതെന്താണെന്നാൽ ചേച്ചി. ആ നമസ്കാരം ചേച്ചി. നമസ്കാരം. നാളെ അമ്പലത്തില് എന്റെ ഭർത്താവിന്റെ അച്ഛനമ്മമാര് ആഗ്രഹസിദ്ധി യാഗം നടത്തുന്നുണ്ട്. അതിലൊരു നേർച്ചയുണ്ട്. ആ നേർച്ച പ്രകാരം 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് വെള്ളി നാണയം കാണിക്കയായി നൽകണം. ഇവിടെ നിങ്ങളുടെ വീട്ടില് ആ പ്രായത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞയക്കണം. ശരി മോളെ. ശരി ചേച്ചി. ശരി ആവട്ടെ. നമസ്കാരം ചേച്ചി. നമസ്തേ മോളെ. ഇതിനു മുമ്പ് സ്വർണത്തിന്റെ വില എത്രയായിരുന്നു? ഇപ്പൊ വെള്ളിയുടെ വിലയും ഓരോ ദിവസവും അതുപോലെ തന്നെ കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടില് 55-നോ 60-നോ ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുണ്ടെങ്കിൽ നാളെ അമ്പലത്തിലേക്ക് പറഞ്ഞയക്കണം. അവർക്ക് എല്ലാവർക്കും വെള്ളി നാണയമുണ്ട്. ശരി മോളെ. എന്ന് ശരി ചേച്ചി. മോനെ, ഈ ഏരിയയില് ഏതൊക്കെ ഏരിയയില് ന്യൂസ് പേപ്പേഴ്സ് ഇടുന്നുണ്ടോ ആ പേപ്പേഴ്സിലെല്ലാം ഈ നോട്ടീസ് കൂടി വെക്കണം. മനസ്സിലായോ? 1000 പേപ്പറിന് 100 രൂപ വരും. പണത്തെക്കുറിച്ച് നീ ആലോചിക്കണ്ട. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കാര്യം ഏരിയയിലുള്ള എല്ലാവരും അറിയണം. ശരി ചേച്ചി. ഇതാ ചെല്ല്. താങ്ക്സ് ചേച്ചി. യാഗം നടത്താൻ വേണ്ടി അച്ഛനും അമ്മയും സമ്മതിച്ചപ്പോ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് തന്നെ നടത്തിയേട്ടാ. യാഗത്തിൽ നിന്ന് കൊടുക്കാൻ പോകുന്ന ഉപഹാരത്തെക്കുറിച്ച് ആ ഏരിയയിലുള്ള എല്ലാവരും തന്നെ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും. സൂരമ്മ എന്തായാലും ഒരു BPL ഫാമിലി ആയിരിക്കും. ഇന്നത്തെ കാലത്ത് സൗജന്യമായിട്ട് ലഭിക്കുന്നതൊന്നും അങ്ങനെ ആരും വേണ്ടെന്ന് വെക്കാൻ തയ്യാറാവില്ല. വെള്ളി നാണയം ആഗ്രഹിച്ചിട്ടെങ്കിലും സൂരമ്മ ഇങ്ങോട്ട് വരുമെന്നും നമ്മുടെ ദേവി സൂരമ്മയെ വിളിപ്പിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. ശരി, തന്റെ വിശ്വാസപ്രകാരം സൂരമ്മ വരുമെന്ന് തന്നെ വെക്കാം. പക്ഷെ അവരാരാണെന്ന് നമുക്കെങ്ങനെ അറിയാ? അപ്പൊ പിന്നെ സൂരമ്മ എങ്ങനെ മനസ്സിലാക്കും? ഇത്രയും ആലോചിച്ച് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് കാണില്ലാന്ന് തോന്നുന്നുണ്ടോ? അതിന് ഞാനൊരു ഉപായം ആലോചിച്ച് വെച്ചിട്ടുണ്ട്. എന്റെ കൂടെ വാ. എന്തു പറ്റി? എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞങ്ങളോടൊരു കാര്യവും പറയാതെ നീ നിന്റെ ഇഷ്ടത്തിന് ഓരോ പ്ലാനുകൾ ഉണ്ടാക്കി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ എപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യണോന്ന് അറിയാതെ എല്ലാം നോക്കി അങ്ങനെ നിൽക്കേണ്ടി വരും. ശരിക്കും ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയണം. അതെ, ഞങ്ങൾക്കറിയണം. ശരിക്കും നിന്റെ പ്ലാൻ എന്താ, അതിന്റെ റിസൾട്ട് എന്താ? ആവനി കരുതുന്ന പോലെ ഇന്ന് ഞങ്ങളുടെ അനിയനെ കുറിച്ച് അറിയാൻ പറ്റുമോ? ആവനി എന്തായിരിക്കും ഇത്ര ധൈര്യത്തിൽ നിൽക്കുന്നേ? ഞാൻ പറയാം, കൂളായിട്ട് കേട്ടോ. ആവനി രുദ്രവരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ഒരു നേഴ്സിന്റെ ഫോട്ടോ കാണിച്ചു തന്നു. ഓർമ്മയുണ്ടോ? ആ ഓർമ്മയുണ്ട്. അതിന് അവനെ ആ രാജിയുടെ ഫോട്ടോ പിടിച്ച് അന്വേഷിച്ച് ആ രാജിയെ പോയി കണ്ടിരുന്നു. ആ രാജി മുഖേന സൂരമ്മ എന്നൊരു സ്ത്രീയെ കുറിച്ച് മനസ്സിലാക്കി. ആ സൂരമ്മയുടെ അടുത്ത് വേദവതി അമ്മയുടെ 2ാമത്തെ മകൻ ഉണ്ടെന്നുള്ള സത്യം അവള് മനസ്സിലാക്കി. എന്റെ അറിവ് ശരിയാണെങ്കിൽ ആ രാജിയിലൂടെ സൂരമ്മയെ കണ്ടെത്താനുള്ള പ്രയത്നം നടത്തുന്നുണ്ട്.
യാഗം പൂർത്തിയാകുന്ന സമയത്തെങ്കിലും സൂരമ്മ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് തുല്യമാണെന്ന് ആ ആവനി കരുതുന്നുണ്ടാവും. അതുകൊണ്ട് ആ ആവനിക്ക് അതിനുള്ള അവസരം നൽകാതിരിക്കാൻ ഞാൻ കുറച്ച് ആളുകളെ ആ രാജയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ആ രാജി അവരുടെ കയ്യിൽ പെട്ടുകാണും. സുഖാണോ? എല്ലാവർക്കും സുഖാണോ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റെഡി ആയിട്ട് നിന്നോ? ആണ്. പോവാം. ആ രാജിയെ അവന് ഈ യാഗത്തിൽ എവിടെയെങ്കിലും വെച്ച് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടെ എല്ലാം തീർന്നു കിട്ടിക്കോളും. രാജി ഇങ്ങോട്ട് എന്തൊക്കെ സംഭവിച്ചാലും വരാൻ പോകുന്നില്ല. എന്റെ ഭഗവാനെ, ഞങ്ങളാരും അറിയാതെ ഇത്രയ്ക്കൊക്കെ കാര്യം നടന്നോ? നിന്നെ എന്തായാലും ഒരിക്കലും വില കുറച്ച് കാണരുത്. ആ അവനിക്കും എനിക്കും ഇടയില് പുറത്തൊരാളും കാണാത്തൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ആ യുദ്ധത്തില് എനിക്ക് വിജയിച്ചേ പറ്റൂ. ആ അവനിയുടെ പരാജയം കണ്ട് എനിക്ക് സന്തോഷിക്കണം. നീ ഇത്രയും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നേക്കാൾ 4 ക്ലാസ് കൂടുതൽ പഠിച്ച ആവനി വേറെന്തൊക്കെ പ്ലാൻ ചെയ്ത് കാണും? അത് ശരിയാ. ആരെ നമ്മൾ വില കുറച്ച് കണ്ടാലും ആവനീനെ മാത്രം വില കുറച്ച് കാണാൻ പറ്റില്ല. അവനിടേത് എന്നേക്കാൾ വലിയ മാസ്റ്റർ മൈൻഡ് ആയിരിക്കും. ബട്ട് അവനിക്ക് ഓരോ തവണയും ഞാനൊരു തടസ്സമായിട്ട് മാറാറുണ്ട്. രാജയില്ലാതെ സൂരമ്മയെ കിട്ടില്ല. സൂരമ്മയില്ലാതെ വേദവതി അമ്മയുടെ 2ാമത്തെ മകനെ കിട്ടില്ല. സോ രാജി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ആവനിയുടെ വിജയം അസാധ്യം. ആരാ നിങ്ങളൊക്കെ? നമ്മളെ ഇവിടെ നിർത്തിയിട്ട് ഇവരെല്ലാം ഇത് എങ്ങോട്ട് പോയി? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, യാഗത്തിന് സമയമായിരിക്കണു. രണ്ടുപേരും പോയി കൈയും കാലും കഴിയുമെന്നുള്ളൂ. ആയിക്കോട്ടെ സ്വാമി, വരൂ. ഈ അമ്പലത്തിലെ മെയിൻ എൻട്രിയുടെ അടുത്ത് ഒരു CCTV ക്യാമറ. അമ്പലത്തിനകത്തായിട്ട് 2 CCTV ക്യാമറയുണ്ട്. അമ്പലം മുഴുവൻ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തെന്നറിയോ? ഞാൻ കുറച്ച് ക്യാമറകൾ കൂടി അറേഞ്ച് ചെയ്തു. അങ്ങോട്ട് നോക്കേട്ടാ. 360 ഡിഗ്രി കവർ ചെയ്യാൻ വേണ്ടി അങ്ങനെ ചിലയിടത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തിനാ? പറയാട്ടാ, വാ. എക്സ്ക്യൂസ് മീ മാഡം. എല്ലാ ക്യാമറസും കവർ ചെയ്യുന്നുണ്ടല്ലോ? ചെയ്യുന്നുണ്ട് മാഡം. ഈ യാഗം പൂർത്തിയാകുന്നത് വരെ ഓരോ ക്യാമറയും ഓരോ സെക്കൻഡ്സും കവർ ചെയ്യണം. യെസ് മാഡം. ഇന്നത്തെ ദിവസം എന്റെ ലൈഫില് വളരെ പ്രധാനപ്പെട്ട ഒന്നാ. ജയപരാജയങ്ങൾ അറിയുന്ന ദിവസം. സോ ഓരോ സെക്കൻഡ്സും എനിക്ക് വാല്യൂബിൾ ആണ്. ഷുവർ മാഡം. ശരിക്കും ഈ സെറ്റപ്പ് ഒക്കെ എന്തിനാ അവനി? സൂരമ്മ വന്നാ അതേ ക്യാമറയിൽ അറിയാൻ പറ്റുവേട്ടാ. ഇതിലേക്ക് എത്ര പേര് വരും? അതില് സൂരമ്മ ഏതാന്ന് തിരിച്ചറിയാൻ എങ്ങനെയാ? അതിന് എന്റെ അടുത്ത് മറ്റൊരു പ്ലാൻ ഉണ്ട് ഏട്ടാ. ഇതിന്റെ ഒക്കെ ആവശ്യം എന്താ? ഡയറക്റ്റ് ആയിട്ട് ആ രാജി ചേച്ചിയെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിലേ സൂരമ്മയെ അവരെ ഈസി ആയിട്ട് തിരിച്ചറിയായിരുന്നില്ലേ? ഞാനും അങ്ങനെ കരുതിയിട്ട് രാവിലെ അവരെ വിളിച്ചിരുന്നു. പക്ഷെ റീച്ചായില്ല. ഒരു തവണ കൂടി വിളിച്ചിട്ടും ബെല്ലടിച്ചിട്ട് ഒരു ഫോൺ എടുത്തില്ല. എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ല. അവിടേക്ക് നമുക്ക് അറിയുന്ന ഒരാളെ പറഞ്ഞയച്ച് രാജിയുടെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. നിങ്ങളെ ഫോൺ തായിട്ടാ. ഒരാൾക്കും സംശയം തോന്നാത്ത വിധത്തിൽ സീക്രട്ടായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് മാഡം. ആ അവനി വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ആളാ. നിങ്ങൾ എന്തായാലും വളരെ അലേർട്ടായിട്ട് തന്നെ നിൽക്കണം. മനസ്സിലായില്ലേ? ആയിക്കോട്ടെ മാഡം. ശരി, ഞാൻ വിളിക്കാം.
ഞാൻ പറയുന്നത് വരെ അവരെ വിടരുത്. ശരി മാഡം.